ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇലയാണ്, അതായത് പനിക്കൂർക്ക. ഇതിന്റെ പേരാണ് പനിക്കൂർക്ക. ഇത് ചിലയിടത്ത് നഗര ഇലയെന്നും പറയും. വളരെ സുഗന്ധമുള്ള ഒരു ഇലയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ്. കാരണം ഒത്തിരിയേറെ ഔഷധ ഗുണങ്ങളുള്ള ഒരു ഇലയാണ് നഗരയില എന്ന് പറയും. അതായത് ചിലയിടത്ത് നഗരയില എന്ന് പറയും, ചിലയിടത്ത് ഞവരയില എന്ന് പറയും, പിന്നെ ചിലയിടത്ത് പനിക്കൂർക്ക എന്ന് പറയും. ഒട്ടുമിക്ക ആൾക്കാർക്കും പനിക്കൂർക്ക എന്ന പേരിലാണ് ഇത് അറിയാവുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഔഷധ ഗുണങ്ങളാണ് ഇന്ന് നമ്മൾ ഇതിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമുക്കറിയാം, മഴക്കാലത്ത് പണ്ടുള്ള അമ്മമാർ കുഞ്ഞുമക്കൾ കുളിക്കുന്ന വെള്ളത്തിൽ ഈ ഇല ഞെരടിയിടും. അവർക്ക് ജലദോഷമൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ജനിച്ച ഉടൻ തന്നെയുള്ള കുഞ്ഞുങ്ങൾക്ക് പനിയൊന്നും വരാതിരിക്കാനും അവർ കുളിക്കുന്ന വെള്ളത്തിൽ പനിക്കൂർക്കയുടെ ഇല ഞെരടി അതിൽ മിക്സ് ചെയ്ത് കുളിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ കുട്ടികളെ കുളിപ്പിച്ച ഒരു കാലം നമ്മുടെ അമ്മമാർക്കും അമ്മമ്മമാർക്കും ഒക്കെ ഓർമ്മയിൽ ഉണ്ട്. മഴക്കാലത്തുണ്ടാകുന്ന ജലദോഷം, പനി എന്നിവയ്ക്ക് നമ്മൾ ഫലപ്രദമായി വീട്ടിൽ ഉപയോഗിക്കാവുന്ന ഒരു സസ്യം കൂടിയാണ് പനിക്കൂർക്ക. അതുമാത്രമല്ല, നമുക്കൊരു ജലദോഷമോ തുമ്മലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പനിക്കൂർക്കയുടെ ഒരു 6-7 ഇല എടുത്ത് ഞെരടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആവി പിടിച്ചാൽ നമ്മുടെ നമ്മുടെ സൈനസ് ഒക്കെ ഒന്ന് ഓപ്പൺ ആവുകയും മാത്രമല്ല കഫത്തെ ഇത് പുറത്ത് കളയുന്നതിനും വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് പനിക്കൂർക്ക. ഒരു സ്പൂൺ പനിക്കൂർക്കയുടെ നീര് പിഴിഞ്ഞെടുത്ത് കുടിക്കുന്നത് നമ്മുടെ തൊണ്ടവേദന, അതുമാത്രമല്ല തൊണ്ടയിലുണ്ടാകുന്ന പലതരം പ്രശ്നങ്ങൾ ഇതിനൊക്കെ പരിഹാരമായിട്ടുള്ള ഒന്നാണ്. ചെവിക്ക് വേദന ഉള്ളവർക്ക് ഇതിന്റെ നീര് പിഴിഞ്ഞ് ചെവിയുടെ പുറമെ പുരട്ടുന്നതും നീർക്കെട്ടിനെ കുറയ്ക്കുവാനും ചെവിയുടെ പെറോട്ടിക് ഗ്ലാൻഡിനകത്തുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയും അതുപോലെ തന്നെ ഇൻഫെക്ഷനെയൊക്കെ കുറയ്ക്കുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ് പനിക്കൂർക്ക. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പനി വരുമ്പോൾ അത് മാറാനായിട്ട് 5 പനിക്കൂർക്കയുടെ ഇല പിഴിഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് രാസ്നാദി ചൂർണം കൂടി ചേർത്ത് ഉച്ചിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പനി വരാതിരിക്കാനും ജലദോഷം പോലെയുള്ള പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ഇത് സഹായിക്കുന്നതാണ്. ഇനി ഞാൻ പറഞ്ഞതല്ലാതെ പനിക്കൂർക്കയുടെ എന്തെങ്കിലും ഔഷധ ഗുണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതെന്നെ കമന്റ്സിലൂടെ അറിയിക്കുക. നമുക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണല്ലേ. അപ്പോൾ എനിക്ക് പനിക്കൂർക്കയെ കുറിച്ച് അറിയാവുന്ന ഗുണങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഹെൽത്ത് ടിപ്പുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.